നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അബുദാബിയിലെ പ്രമുഖ ദന്ത ഡോക്ടറും മലയാളി സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗം പ്രവാസി ലോകത്തിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രവാസി ലോകത്തിന് ഈ അടുത്തായിട്ട് ഒരുപാട് മരണങ്ങളാണ്, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആത്മഹത്യ വാർത്തകൾ നിരവധി കേൾക്കുകയാണ്. അവർക്കെല്ലാവർക്കും തന്നെ ഒരുപാട് ഷോക്കാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകുന്നത്. കാരണം അവിടെയുള്ള ഇത്തരത്തിലുള്ള അതുല്യയുടെ മരണം, വിഭജികയുടെ മരണം, വിഭജികയുടെ മകളായിട്ടുള്ള വൈഭവിയുടെ മരണമൊക്കെ തന്നെ വലിയ ഒരു ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു ഡോക്ടറുടെ മരണം കൂടെ സംഭവിക്കുന്നത്. അപ്രതീക്ഷിതമായി മരണത്തെ പുൽകിയ ഡോക്ടർ അവസാനം എഴുതിയ സോഷ്യൽ മീഡിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അനുകമ്പയുടെ വില ഇതാണ്. ഡോക്ടർ ധനലക്ഷ്മി 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത കുറിപ്പിലെ തലക്കെട്ടാണ്. ഇതൊരു കഥയാണോ അനുഭവമാണോ എന്ന് മനസ്സിലാവാത്ത തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ധനിക കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് സുഹൃത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ദയ തോന്നി സഹായം ചെയ്ത് കുരുക്കിലായ ഒരു വനിതയുടെ അനുഭവമാണ് കുറിപ്പിലുള്ളത്. ഇത് സ്വന്തം അനുഭവക്കുറിപ്പെന്ന സൂചന പോലുമുണ്ട്. സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്ന ഇയാൾക്ക് പ്രത്യേക പിന്തുണ ആവശ്യമുള്ള ഒരു മകനുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം തനിക്ക് ജോലി നഷ്ടമായെന്നും കാർ കമ്പനി തിരികെ എടുത്തെന്നും വനിതാ സുഹൃത്തിനെ വിളിച്ചറിയിക്കുന്നു. മകനെ കൊണ്ടുപോകാനും യാത്രകൾക്കും വാഹനമില്ലെന്ന് കണ്ണീരോടെ പറയുന്നു. ഈ കഥ കേട്ട് സ്വന്തമായി വായ്പയെടുത്ത് കാർ വാങ്ങി നൽകുകയാണ് ഉറ്റ സുഹൃത്തായ വനിത. പ്രത്യേക പിന്തുണ ആവശ്യമുള്ള അയാളുടെ മകനെ മാത്രം ഓർത്താണ് ആ ദയ കാട്ടിയത്. പറ്റുമ്പോൾ തിരിച്ചടയ്ക്കണം എന്നത് മാത്രമായിരുന്നു അയാൾക്ക് മുന്നിൽ വെച്ച നിബന്ധന. പക്ഷെ പിന്നീട് നിരന്തരം ട്രാഫിക് പിഴകൾ വന്നു തുടങ്ങി. തെറ്റായ പാർക്കിംഗ്, അമിത വേഗം, അശ്രദ്ധമായ ഡ്രൈവിംഗ്, അങ്ങനെ പലതും ചോദിച്ചപ്പോൾ, തിരക്കിട്ട ആശുപത്രിയിൽ പോയപ്പോൾ, മകനെ തെറാപ്പിക്ക് കൊണ്ടുപോയപ്പോൾ സംഭവിച്ചത് തുടങ്ങിയ ന്യായീകരണങ്ങളാണ് ഇയാൾ നിരത്തിയത്. വായ്പയും വാഹനവും സ്വന്തം പേരിലായതിനാൽ എല്ലാം വനിതാ സുഹൃത്ത് അടച്ചു തീർത്തു. പക്ഷേ പിന്നെ കാണുന്നത് ഇയാളുടെ കുടുംബം വിദേശ യാത്രകൾ നടത്തുന്നതും ഉല്ലസിക്കുന്നതും ആഡംബരത്തിൽ ജീവിക്കുന്നതുമെല്ലാമാണ്. തൻ്റെ പേരിലെടുത്ത കാറിൻ്റെ വായ്പയെങ്കിലും അടച്ചു തീർക്കാൻ പറഞ്ഞിട്ട് അതും കേട്ടില്ല. ചോദിച്ചിട്ടും മറുപടിയില്ല. ഒടുവിൽ തൻ്റെ ജോലി നഷ്ടപ്പെട്ട് സഹായം തേടിയപ്പോൾ പോലും പ്രതികരണമുണ്ടായില്ല. ചതിക്കപ്പെടുകയായിരുന്നുവെന്ന തിരിച്ചറിവിൽ ആ വനിത സ്വന്തം അന്തസ്സ് മുറുകെ പിടിച്ച് തിരികെ നടന്നുവെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. സാങ്കല്പികമെന്ന് തോന്നുന്ന 2 പേരുകളല്ലാതെ മറ്റൊന്നും കുറിപ്പിലില്ല. അതേസമയം മുസാഫയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ ഡോക്ടർ ധനലക്ഷ്മിയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. ബനിയാസ് മോർച്ചറിയിൽ പൊതുദർശനത്തിന് ശേഷമാകും നാട്ടിലേക്ക് കൊണ്ടുപോവുക. കാരണം അവർ അത്രയേറെ അവിടെ വളരെ എല്ലാ പ്രവൃത്തികളിലും എല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു ഡോക്ടറാണ്. പലതും പല സഹായങ്ങൾക്കൊക്കെ തന്നെ ഓടിയെത്തിയിരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വിയോഗം വളരെ വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ധനലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. മരണകാരണം സംബന്ധിച്ച് വിവരങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. തിങ്കളാഴ്ച ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ തളാപ്പ് അരേക്കണ്ടി തായമ്പള്ളി വീട്ടിൽ പരേതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ് ഡോക്ടർ ധനലക്ഷ്മി. ധനലക്ഷ്മിയുടെ മരണത്തിന് ഞെട്ടലാണ് പ്രവാസ ലോകം. ഡോക്ടറെ അടുത്തറിയാവുന്ന ആർക്കും മരണം വിശ്വസിക്കാനാവുന്നില്ല. 2 ദിവസമായി ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. 10 വർഷത്തിലധികമായി പ്രവാസിയായിരുന്നു. 2 ദിവസമായി ഫോണിൽ കിട്ടിയിരുന്നില്ല. തുടർന്നാണ് അവർ ജോലി സ്ഥലത്തും പോകാതെ വന്നപ്പോഴാണ് സുഹൃത്തുക്കൾക്ക് സംശയം തോന്നിയത്. തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞത്. ഏതായാലും ബനിയാസ് സെൻട്രൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം കാണാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് വൈകിട്ട് 3-ന് മോർച്ചറിയിൽ എത്തിച്ചേരണമെന്നാണ് അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് സലീം ചിറക്കിൽ അടക്കം അറിയിച്ചിരിക്കുന്നത്. നിരവധി പുസ്തകങ്ങൾ എഴുതിയ ധനലക്ഷ്മി 10 വർഷത്തിലേറെയായി പ്രവാസിയായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിരുന്ന അവർ ഗൾഫിൽ വരുന്നതിന് മുൻപ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ചിരുന്നു. അബുദാബിയിലെ ചെറുതും വലുതുമായ സംഘടനകളുടെ പരിപാടിയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. അബുദാബി മലയാളി സമാജം അംഗം കൂടിയാണ്. UAE-ലെ വിവിധ സംഘടനകളിൽ നിന്നും നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും ഡോക്ടർ ധനലക്ഷ്മിയെ തേടിയെത്തിയിട്ടുണ്ട്. സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകൾക്ക് തീരാ നഷ്ടമാണ് ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗമെന്ന് സലീം ചിറക്കിൽ അഭിപ്രായപ്പെട്ടു. എല്ലാവരുമായി ഒരുപോലെ ഇടപഴകുന്ന പ്രകൃതമായിരുന്നു അവരുടേത്. ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗം ഞെട്ടലോടെയാണ് ശ്രവിച്ചതെന്നും അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ജയചന്ദ്രൻ നായർ ആറ്റിങ്ങൽ അഭിപ്രായപ്പെട്ടു. എപ്പോഴും ചെറുപുഞ്ചിരിയോടെ മാത്രം പൊതുപരിപാടികൾ നിറഞ്ഞു നിന്ന അവരെന്നും ISC അബുദാബിയുടെ തൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖവും അനുശോചനവും അറിയിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടയിൽ തന്നെ ആദ്യം കേട്ട മരണം വിഭജികയുടെ മരണമായിരുന്നു. കൊല്ലം സ്വദേശിനിയായിട്ടുള്ള വിഭജിക സ്വന്തം കുഞ്ഞിനെയും കൊലപ്പെടുത്തി ഭർത്തൃപീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യക്കുറിപ്പ് അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് വിഭജിക മരിച്ചത്. വിഭജികയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. മകളുടെ മൃതദേഹം എത്തിക്കാനായിട്ട് സാധിച്ചില്ല. പല ചർച്ചകളൊക്കെ തന്നെ കോൺസുലേറ്റുമായി ഇന്ത്യ നടത്തിയെങ്കിലും
അതിന് സാധിക്കാതെ വരികയായിരുന്നു. അത് അവിടുത്തെ നിയമ വശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അവിടെ തന്നെ മകളുടെ മൃതദേഹം അടക്കാനുള്ള സംസ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ മാത്രം ഇത് കേട്ട് കേരളം ഞെട്ടൽ മാറാതിരിക്കുന്ന സമയത്താണ് മറ്റൊരു യുവതി കൂടി ഇത്തരത്തിൽ ഭർതൃപീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തത്. ആ യുവതിയും വളരെ നടുക്കുന്ന താൻ അനുഭവിച്ച ക്രൂരതകൾ എണ്ണി പങ്കുവെച്ചുകൊണ്ടുള്ള ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചിരിക്കുന്നത്. ഏതായാലും അതിലും കേസ് അന്വേഷണം നടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ തന്നെ നടുക്കത്തിലാണ് ഇപ്പോൾ പ്രവാസ ലോകവും അതുപോലെ തന്നെ കേരളവും. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി അവിടെ കുടുംബമായി ജീവിക്കുന്ന അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നതിനിടയിൽ നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള പെൺകുട്ടികളും യുവതികളൊക്കെ തന്നെ ആത്മഹത്യ ചെയ്യുന്നതും മരണപ്പെടുന്നതും വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും മറ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഇന്ന് ഡോക്ടർ ധനലക്ഷ്മിയുടെ മൃതദേഹം എത്തിക്കും. പക്ഷേ ഇപ്പോഴും എന്താണ് എല്ലാവരോടും വളരെ ചിരിച്ചും കളിച്ചും എല്ലാവരോടും വളരെ സംസാരിച്ചൊക്കെ ഇരുന്നിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ മരണത്തിന് പിന്നിലെ കാരണം എന്നുള്ള ഞെട്ടലിലാണ് പ്രവാസ ലോകം. ഇതുവരെയായിട്ടും എന്താണ് അതിന് പിന്നിലെ കാരണം എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. പോലീസും അന്വേഷണം നടത്തുകയാണ്.